മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ടോപ്പേഴ്സ് ടേക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫർണിച്ചർ യൂണിറ്റ് തുടങ്ങുമ്പോൾ എൻ്റെ മൂലധനം 2000 രൂപ. ഈ 2000 രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ മാല പണയം വെച്ചാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്കൊരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. ബൈൻഡിങ് യൂണിറ്റിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം 25,000 രൂപ കൊടുക്കുമായിരുന്നു. ആ 25,000 രൂപയ്ക്ക് DSC മുഖേന എല്ലൂർ SBD ചെന്നപ്പം ഫർണിച്ചർ യൂണിറ്റൊക്കെ ഉണ്ടായിട്ട് ലോൺ കിട്ടാത്തൊരു വ്യക്തിയാണ്. ഇന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർക്ക് ബാങ്കിൻ്റെ ലോൺ എടുത്തു കൊടുക്കാനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. 2022 സെപ്റ്റംബർ 30 ഈ സംഘടനയുടെ 23ാമത് സംസ്ഥാന പ്രസിഡന്റായിട്ട് തലപ്പത്തേക്ക് എത്തി. 2003 JCയുടെ ജൂനിയർ ചെയർമാൻ ഇന്റർനാഷണൽ കൊയിലോൺ സിറ്റി ചാമ്പ്യൻ്റെ പ്രസിഡന്റായിരുന്നു. 2004-5 റോട്ടറി ഇന്റർനാഷണൽ കൊയിലോൺ വെസ്റ്റ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നു. പിന്നെ 2006 കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ ട്രഷറായിട്ട് തുടക്കം കുറിച്ചു. കേരളത്തിലൊരു വൻകിട വ്യവസായങ്ങൾക്ക് സാധ്യത കുറവാണ്. കാരണം കേരളം സെൻസിറ്റീവായ ഏരിയ ആണ്. പരിസ്ഥിതി കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അന്നേരം നമുക്ക് വൻകിട വ്യവസായങ്ങൾ പറ്റത്തില്ല. ചെറുകിട വ്യവസായങ്ങൾ പറയുമ്പോൾ മൈക്രോ സ്മാൾ മീഡിയങ്ങൾക്ക് പറ്റും. 16,650 കോടി രൂപയാണ് ഒരു മാസം വിദേശ മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. നമുക്ക് ഈ ഉടൻ തന്നെ ഒരു 3 ലക്ഷം കോടിയിലേക്ക് വിദേശ നിക്ഷേപം വരാൻ സാധ്യത. 5,000 കോടി രൂപയാണെങ്കിൽ സിഡ്നിയുടെ വ്യവസായികൾ ലോൺ കൊടുക്കാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു 5,000 കോടി കൂടെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. KFC KSIDC തന്നെ 5% പലിശയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ വ്യവസായങ്ങൾ വരാൻ. പിന്നെ മിഷണറി ലോണുകളുണ്ട്. KFC നല്ല സമീപനം വന്നു. KSIDC നല്ല സമീപനം വന്നു. അന്നേരം ധനകാര്യ സ്ഥാപനങ്ങളല്ല, ഇവിടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ വ്യവസായം വരാതിരിക്കാൻ പാടില്ല എന്നുള്ള സമീപനം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വ്യവസായിക ഒരു വിപ്ലവം മുന്നേറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 3 വർഷമായിട്ടൊരു 3.5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങാൻ കഴിയുന്നുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തീർച്ചയായും സമൂഹത്തിൻ്റെ ഉന്നത പദവി വഹിക്കുന്ന ഒരാൾ തന്നെയാണ്. KSSIA കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് എന്നോടൊപ്പം ഉള്ളത്. നസറുദ്ദീൻ സാറാണ്. വെൽക്കം ടു ദ ഷോ. വെൽക്കം. തീർച്ചയായും നമ്മുടെ ഷോ എന്ന് പറയുമ്പം ടോപ്പേഴ്സ് ടേക്ക് എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ എത്തിയവരുടെ ഒരു സ്ട്രഗ്ലിങ്, അല്ലെങ്കിൽ എങ്ങനെ ഇതുവരെ എത്തി എന്നറിയാൻ. അത് അവർക്കൊരു പ്രചോദനം കൂടിയാണ്. അപ്പം തീർച്ചയായും അറിയാം, ചെറുകിട സംരംഭങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങളെയൊക്കെ പരിപോഷിപ്പിക്കാനോ അവരെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് സാർ. അപ്പോൾ സാറിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും കുട്ടിക്കാലത്ത് പാരമ്പര്യം, അതായത് ബിസിനസ് പാരമ്പര്യമുള്ള ഫാമിലി ആയിരുന്നു? അല്ല. ഞാൻ 1967 ജനിക്കുന്നത്. എൻ്റെ പിതാവ് കശുവണ്ടി ഫാക്ടറി ഉദ്യോഗസ്ഥനായിരുന്നു, ജോലിയായിരുന്നു. അങ്ങനെ ബിസിനസ് രംഗം ഇല്ലായിരുന്നു. അന്നേരം അത് കഴിഞ്ഞ് 1986 കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം 1988 ആണ് ഞാൻ ആദ്യമായിട്ടൊരു ഫർണിച്ചർ യൂണിറ്റ് തുടങ്ങുന്നത്. ഫർണിച്ചർ യൂണിറ്റ് തുടങ്ങുമ്പോൾ എൻ്റെ മൂലധനം 2,000 രൂപയാണ്. 2,000 രൂപ. ഈ 2,000 രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ മാല പണയം വെച്ചാണ് ഞാൻ തുടങ്ങുന്നത്. 1988 ഒക്ടോബർ മാസം ആണ് ആരംഭിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഓണം കഴിഞ്ഞ് വരുന്ന ആരും തുടങ്ങാത്ത ചിങ്ങമാസം കഴിഞ്ഞ് കന്നിമാസം 1-ാം തീയതിയാണ് ഞാൻ പ്രവർത്തനം തുടങ്ങുന്നത്. അത് ഔട്ട് ഓഫ് സീസൺ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രവൃത്തിയിലേക്ക് വരുന്ന ആ വർഷം തന്നെ തുലാം 1-ാം തീയതിയാണ്. മഴയൊക്കെയാണ്. ആ സമയത്താണ് ഞാൻ ആരംഭിക്കുന്നത്. അങ്ങനെ 2,000 രൂപ മുതൽ മുടക്കമായിട്ട് എൻ്റെ മാതാവിൻ്റെ താലിമാല പണയം വെച്ചാണ് ഇത് തുടങ്ങുന്നത്. അമ്മ സപ്പോർട്ട് ചെയ്തു പൂർണ്ണമായിട്ട്. എന്നാൽ എൻ്റെ മാതാപിതാക്കളിൽ ഞങ്ങൾ 5 സഹോദരങ്ങൾ, ഒരു സഹോദരിയാണ്. എന്നാൽ എൻ്റെ മൂത്ത സഹോദരൻ മിലിറ്ററിയിലെ പട്ടാളത്തിലാണ്. രണ്ടാമത്തെ ആളാണ് ഞാൻ. ഞാനാണ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ 1988 നാസ് ഫർണിച്ചർ ഇൻഡസ്ട്രീസ് എന്നും പറഞ്ഞൊരു ഫർണിച്ചർ സോഫ കുഷൻ ഫർണിച്ചർ ഉൾപ്പെടെ തുടങ്ങിയാണ്. കൊല്ലത്താണ്. ഇതിനിടയ്ക്ക് 2 വർഷം കോഴിക്കോടും ചെയ്തിട്ടുണ്ട്. ശരി. 92 90 ഞാനൊരു പ്രിൻറ്റിംഗ് പ്രസ്സും കൂടെ ഇതിൻ്റെ കൂടെ കൂടുതലുണ്ടായി. അന്നേരം ഈ സ്വാഭാവികമായിട്ട് ഈ ഫർണിച്ചർ പ്രിൻറ്റിംഗ് പ്രസ്സായി. പ്രിൻറ്റിംഗ് പ്രസ് കഴിഞ്ഞിട്ട് അത് നേരെ 1997 ഒരു സാമിൽ മരവ്യാപാരം തുടങ്ങുന്ന സാമില് നമുക്ക് ഇതൊക്കെയുണ്ട്, മറ്റേ നമ്മൾ സ്വന്തമായിട്ടൊരു സാമിലൊക്കെ ഇട്ടു. ആ സാമിൽ അന്നത് വാടകയ്ക്കായിരുന്നു. കൊല്ലം കരിക്കോട് റോഡ് സൈഡിൽ തന്നെ. 1997 മെയ് മാസം 5-ാം തീയതി തുടങ്ങി.
അന്നേരം മെയ് മാസം 7-ാം തീയതിയാണ് എൻ്റെ വെഡിങ് ഡേ. ഓക്കെ. അന്നേരം മെയ് മാസം 7-ാം തീയതി പ്രവർത്തനമായി. കല്യാണത്തിന് മുന്നേ ചെറുക്കനെ ഒരു ബിസിനസ് അല്ലേ? അങ്ങനെ 1992 മെയ് 7-ാം തീയതി എൻ്റെ വിവാഹം. അതേപോലെ 5 വർഷം കഴിഞ്ഞ് ഞാനൊരു സാമിൽ രംഗത്തേക്ക് വരികയാണ്. സാമിൽ രംഗത്തേക്ക് വന്ന് കേരളത്തിൻ്റെ പല മേഖലയിൽ നിന്ന് നമ്മൾ കൂപ്പിൽ ലേലം അന്നത്തേക്ക് അന്ന് നല്ല സ്കോപ്പാണ് സാമിൽ നല്ല സ്കോപ്പാണ്. പിന്നെ 2000-2005 ആയപ്പോഴത്തേക്ക് തേക്ക് കൂപ്പ് ലേലത്തേക്ക് പോൾസ് ഉണ്ട്. കടകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സാമൽ രംഗത്തിലേക്ക് മുന്നോട്ട് പോയി സാമല്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 2019 കശുവണ്ടി മേഖലയിലേക്ക് ഇറങ്ങി. ഓക്കെ. പിന്നെ അത് ഓൾറെഡി പാരമ്പര്യം അച്ഛനുണ്ട് അല്ല, എന്നാലും ഉണ്ടെങ്കിലും വ്യവസായി ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അച്ഛൻ അവിടുത്തെ തൊഴിലാളിയായിരുന്നു? അച്ഛൻ തൊഴിലാളിയായിരുന്നു. കശുവണ്ടി അതിൻ്റെ സ്റ്റാഫ് മാത്രമായിരുന്നു. മനസ്സിലായി. കൊല്ലം പിന്നെ നമുക്ക് അതിൻ്റെ ഏരിയ കൂടിയാണ്. അതെ അതെ. അന്നേരം നമ്മൾ എൻ്റെ പിതാവ് 2006 മരണപ്പെട്ടു. മാതാവ് 2004 മരണപ്പെട്ടു. 2019 ഞാൻ പിന്നെ ഈ കശുവണ്ടി മേഖലയിലോട്ട് ഇറങ്ങുന്ന തമിഴ്നാട് നെന്തിരവലയിലും തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പകമംഗലത്ത് 2 ഫാക്ടറിയൊക്കെ ഇട്ട് തുടങ്ങി. പക്ഷേ കോവിഡ് സമയമായപ്പോഴത്തേക്ക് കശുവണ്ടിയിൽ നമുക്കൊരു വലിയൊരു അടിയായി. പിന്നെ അത് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തി. പക്ഷേ സാമിലും തടി മറ്റു കാര്യങ്ങൾ പെൻസിൽസായിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് സ്റ്റീലർമാർ കമ്പനി ഞാൻ ഉൾപ്പെടെയായിട്ട് പോകുന്നു. ഇതിൽ എന്നോട് തന്നെ സഹായിക്കാൻ എൻ്റെ 2 അനുജന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒന്ന് മുഹമ്മദ് നജീമും ഒന്ന് അഷറഫും. അവർ രണ്ടാണ് ഇപ്പോഴിത് നോക്കുന്നത്. നിലവിൽ എനിക്ക് ആ മക്കളാണ്. 92 വിവാഹം കഴിച്ചു. 2 പേരും ഡോക്ടറാണ്. ആ മക്കൾ വിവാഹം കഴിച്ചു. അവർ 2 പേരും ഡോക്ടറാണ്. അന്നേരം പിന്നെ ബിസിനസ് കാര്യങ്ങൾ ഇപ്പം ഈ സാമൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അന്നേരം ഈ വ്യവസായ രംഗത്ത് വന്നിട്ട് 88 ഇത് തുടക്കം കുറിക്കുന്നത്. 88 തുടക്കം കുറിച്ച് 1997 സാമിൽ എന്ന രീതിയിലേക്ക് മാറി. സാമിലാണ് എനിക്ക് തോന്നുന്നു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയതും പിന്നീട് ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മൂലധനം. അത് 2019 അതിനൊക്കെ ഒരു മൂലധനം വന്നത് ഈ സാമിലല്ല. സാമിലും ഈ ഫർണിച്ചർ മേഖലയിൽ തന്നെ വന്നത്. അതെല്ലാം വന്നേക്കുന്നതാണ്. അത് മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹവും ഒക്കെയാണ്. കാരണം നമ്മൾ ഇന്നിപ്പോൾ തന്നെ 2000 രൂപ എന്നൊക്കെ പറയുന്നത് എന്തോത്തിനുണ്ടെന്ന് ചോദിക്കും. അതെ അതെ. നമ്മൾ ആ 2000 രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇന്ന് വരെ എനിക്കൊരു ബാങ്ക് ലോണിന്റെ ആവശ്യം വന്നിട്ടില്ല. ബാങ്ക് ലോൺ എടുക്കാതെ ഞാൻ 1998 സാമിലിട്ടപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടന്റ് പറഞ്ഞു ഒരു ബാങ്ക് ലോൺ എടുക്കണം. അങ്ങനെ ഞാൻ നെടുങ്ങാടി ബാങ്കിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ എടുത്തു. അത് കഴിഞ്ഞ് 2000 ഞാനത് SBIയിലേക്ക് മാറി. SBIയിൽ നിന്ന് മാറി പിന്നെ 2004 അത് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ വന്നു. 10 ലക്ഷം രൂപയാണ് ആകെ എടുത്തേക്കുന്നത്. അത് തന്നെ 2006 ഞാൻ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇതുവരെ നമുക്ക് 20 വർഷമായിട്ട് ലോണിൽ ബാങ്കിൻ്റെ ലോൺ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ബാങ്ക് ലോണിൻ്റെ ഒരു കാര്യം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് 100 കണക്കിന് അല്ലെങ്കിൽ 1000 പേർക്ക് ബാങ്കിൻ്റെ ലോൺ എടുത്തു കൊടുക്കാനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജൂനിയർ ചേംബർ, റോട്ടറി ഉൾപ്പെടെയുള്ള സേവന മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 2003 JCയുടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കൊയിലോൺ സിറ്റി ചാമ്പിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. 2004-05 റോട്ടറി ഇന്റർനാഷണൽ കൊയിലോൺ വെസ്റ്റ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നു. പിന്നെ 2006 കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ ട്രഷറായിട്ട് തുടക്കം കുറിച്ചു. ഓക്കെ. അപ്പോൾ ഈ നമുക്ക് ഈ KSSIയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് അംഗത്വം കിട്ടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദവിയിലേക്ക് വരാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് 2000 വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് KSSI എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ വ്യക്തികൾക്കല്ല മെമ്പർഷിപ്പ്, മാനുഫാക്ചറിങ് യൂണിറ്റിനാണ്. മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞ വ്യവസായത്തിൻ്റെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനം വേണം. അതേപോലെ ഇലക്ട്രിസിറ്റിയുടെ LT4 കണക്ഷൻ വേണം. പിന്നെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ പേപ്പർ വേണം. ഒരു ഉൽപ്പാദന മേഖലയിലേക്ക് വേണമെങ്കിൽ കേരളത്തിൽ ഗവൺമെൻറ് ഗ്രാൻറ്റോടുകൂടി വ്യവസായികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെൻറ് ഗ്രാൻഡ് നൽകുന്ന സംഘടന കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രി അസോസിയേഷൻ. അങ്ങനെയാണ് 2000 അംഗത്വം കൊടുത്തു. നമ്മുടെ സാമിൽ അതിൽ കയറി പറ്റി. സാമിൻ്റെ ഫർണിച്ചർ തൊട്ടെല്ലാം അതിനകത്ത് കയറി പറ്റി. 2000 കൊല്ലം ജില്ലാ ഘടകത്തിൽ ഞാൻ KSSIയുടെ അംഗത്വം എടുക്കുന്നു. 2004 ഞാൻ KSSI കൊല്ലം ജില്ലാ ഘടകത്തിൽ ജില്ലാ കമ്മിറ്റി മെമ്പറാവും. ജില്ലാ കമ്മിറ്റി മെമ്പറായി കഴിഞ്ഞപ്പോൾ 2006 ഞാൻ അതിൻ്റെ ജില്ലാ ട്രഷറാവും. കൊല്ലം ജില്ല ട്രഷറാവും. ശരി. അന്ന് തൊട്ട് ഈ 20 വർഷമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. 2006 ഞാൻ ജില്ലാ ട്രഷറായിട്ടിരിക്കുമ്പോൾ കൊല്ലത്ത് നമുക്കവിടെ ഒരു ഓഫീസ് സമുച്ചയമൊക്കെ വന്നു കഴിഞ്ഞ് ചിന്നക്കട തന്നെയാണ്
2008 ആറിൽ തന്നെ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായി. 2008 VKC മുഹമ്മദ് കോയ, മുൻ ബേപ്പൂർ MLA യും കോഴിക്കോട് മേയറും ഒക്കെ ആയിരുന്ന VKC മുഹമ്മദ് കോയ അന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കൂടെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ 2008 തൊട്ട് 2012 വരെ അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് 2012-14 കാലഘട്ടത്തിൽ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന KP രാമേന്ദ്രൻ നായരാണ് അന്ന് സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിനോട് 2 വർഷം സംസ്ഥാന ട്രഷറർ കഴിഞ്ഞു. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ MSME ഡയറക്ടർ വേലായുധൻ സാർ ഉൾപ്പെടെ ഇന്ത്യയിലെ കേന്ദ്ര MSME മന്ത്രാലയത്തിൻ്റെ തൃശ്ശൂർ അയ്യന്തോളുള്ള MSME മന്ത്രാലയത്തിൽ ഒരു മലയാളിയായ ഡയറക്ടർ വരുന്നു, വേലായുധൻ സാർ. അങ്ങനെ 2014-16 കാലഘട്ടത്തിൽ ജില്ലാ പ്രസിഡൻ്റായിട്ട് വരും. എന്നാൽ കൊല്ലം ജില്ലാ പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തുടക്കം കുറിക്കാൻ കഴിയും. അത് സാറിൻ്റെ നേതൃത്വത്തിൽ. അതെ, അന്ന് തൊട്ട് ഞാൻ അതിൻ്റെ പ്രസിഡന്റ്. കൊല്ലം ജില്ലാ സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നും പറഞ്ഞൊരു സൊസൈറ്റി ഫോം ചെയ്തു. വ്യവസായികൾക്ക് ആവശ്യമായ ലോണ് കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി, ലോൺ നല്ല രീതിയിൽ പോകുന്ന ആയിരക്കണക്കിന് A ക്ലാസ് മെമ്പേഴ്സ് ഉണ്ട് അവിടെ. അതിൻ്റെ കൊല്ലത്ത് ഞങ്ങളുടെ അസോസിയേഷൻ ഓഫീസിനോട് തന്നെ 10 വർഷമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് തുടരുകയാണ്. അങ്ങനെ 2016 ജില്ലാ പ്രസ്ഥാനം കഴിഞ്ഞിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അത് നമ്മളന്ന് സംസ്ഥാന പ്രസിഡന്റ് ദാമോദർ വണ്ണൂരായിരുന്നു. അദ്ദേഹം ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് കേരളത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ മരുന്ന് സപ്ലൈ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 2 വർഷം ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് 2018 ഹാപ്പി ജം ഖാലിദ് അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 2 വർഷം ജനറൽ സെക്രട്ടറി ആയി. അങ്ങനെ 2020 ജനറൽ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് 2020-22 ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. ഓക്കെ. അതേ കഴിഞ്ഞ് 2022 സെപ്റ്റംബർ 30 സംസ്ഥാന പ്രസിഡന്റ്, ഈ സംഘടനയുടെ 23ാമത് സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തലപ്പത്തേക്ക് എത്തി. അന്നേരം എനിക്ക് ഈ സംഘടനയുടെ എല്ലാ പോസ്റ്റും എടുക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമാണ്. കാരണം താഴേന്ന് വന്ന ആളായതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. അനന്തരം ഈ സംഘടനയുടെ ചരിത്രത്തിൽ എല്ലാ പോസ്റ്റും, സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് എന്ന രീതിയിൽ 20 വർഷത്തെ നീണ്ട അനുഭവ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ കേരളത്തിലെ ഈസ്റ്റേൺ ഡീം ബിസിനസ്സിന് ഫാമായി ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ വന്ന വ്യവസായ വിപ്ലവമായ മാറ്റങ്ങൾക്ക് പങ്കാകാനും അതിൻ്റെ കൂടെ കേരളത്തിൻ്റെ യുവാക്കൾക്ക് ഈ MSME മേഖലയാണ് കേരളത്തേക്ക് മുന്നോട്ടുള്ള ഒരു ഉപാധി മനസ്സിലാക്കാൻ കഴിയും. അത് കേരളത്തിൽ നിന്ന് നമുക്ക് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഉന്നത IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരു സപ്പോർട്ട് തന്നു. എന്നാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ 1.5% ഉള്ളൂ. 3.5 കോടി ജനങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോഴ് ഈ ഇതിൽ തന്നെ 30% നമുക്ക് വനമാണ്. പിന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം, CRZ മേഖല, പിന്നെ പരിസ്ഥിതി ദുർബല പ്രദേശം, വനപ്രദേശം, പിന്നെ ഫോറസ്റ്റ്, വനം. എന്നാൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആകെ ഭൂപ്രകൃതിയുടെ 36,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ ഉള്ളിടത്ത് ആകെ ഉള്ളതായിട്ട് ഒരു 10% പോലും ഇല്ല നമ്മൾ വ്യവസായം ജീവിക്കാനുള്ള. അതല്ല, അന്നേരം കേരളത്തിലൊരു വൻകിട വ്യവസായങ്ങൾക്ക് സാധ്യത കുറവാണ്. കാരണം കേരളം നമ്മുടെ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് പോലെ വളരെ സെൻസിറ്റീവായ ഏരിയ ആണ്. പരിസ്ഥിതി കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അന്നേരം നമുക്ക് വൻകിട വ്യവസായങ്ങൾ പറ്റത്തില്ല. ചെറുകിട വ്യവസായങ്ങൾ മൈക്രോ സ്മാൾ മീഡിയങ്ങൾക്ക് പറ്റും. നമുക്ക് തന്നെ അറിയാം, 2025 മാർച്ച് 31 കണക്ക് പ്രകാരം 2 ലക്ഷം കോടി രൂപയാണ് മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്ന തുക. അതായത് വെളിയിൽ നിന്നുള്ള 2 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം ഇവിടെ വരുന്നത്. ഓക്കെ. കറക്റ്റ് കണക്ക് പറഞ്ഞ് 16,650 കോടി രൂപയാണ് ഒരു മാസം വിദേശ മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. നമുക്ക് ഈ ഉടൻ തന്നെ ഒരു 3 ലക്ഷം കോടിയിലേക്ക് വിദേശ നിക്ഷേപം വരാൻ സാധ്യത. ശരി. മലയാളികളുടെ പൈസ. പക്ഷെ അതിലൊരു ദുർഭാഗ്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പം മാനുഫാക്ചറിംഗ് ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ 40,000 കോടി രൂപ ഒരു മാസം അവർ ബീഹാർ ബംഗാളികൾ കൊണ്ടുപോകും. ഇവിടുന്ന് അവരെത്രത്തോളം 40 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് മേഖലയിൽ നിൽക്കുന്നത്. അത് നമുക്കൊരു പ്രയാസകരമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ബീഹാർ ഉൾപ്പെടെയുള്ള പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ തൊഴിലാളികളും വരും കാലങ്ങളിൽ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഞങ്ങളുടെയൊക്കെ ആദ്യ തലമുറ കാലഘട്ടത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടെ തൊഴിലിന്. ഒരു തമിഴ്നാട് തൊഴിലാളി ഇവിടെ കിട്ടുന്നില്ല. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം മറ്റു സംസ്ഥാനങ്ങളുടെ
പിന്നെ ഡെവലപ്മെൻറ്റ് ഫണ്ട് കൊടുക്കുന്നതുകൊണ്ട് ഇനി അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കിട്ടാനും പ്രയാസകരമായിട്ട് വരും ഭാവിയിലേക്ക്. അന്നേരം നമുക്കിവിടെ ഏത് തൊഴിലും പ്രൊഫഷണൽ മേഖലയും നമുക്ക് അത് ഇപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇവിടെ നിന്ന് മാറും അല്ലെങ്കിൽ ഇല്ലാതാകുമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? അവർ ഇപ്പോൾ തമിഴ്നാട് ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട് തൊഴിലാളികളായിരുന്നു, നമുക്ക് എല്ലാ പണിക്കും ഇവിടെ വന്നിട്ടുണ്ട്. അവരാരും ഇവിടെ ഇല്ല. ഇപ്പം ബീഹാർ, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ സാമ്പത്തികമായിട്ടും വ്യവസായികമായിട്ടും മുന്നോട്ട് വരുന്നുണ്ട്. അന്നേരം അവിടെ തന്നെ അവർക്ക് തൊഴിൽ കിട്ടുമ്പോൾ അപ്പോൾ ഈ വേതനവും അവിടെ ഉയരും. ഇപ്പം ഉയർന്ന വേതനം ഉള്ളത് കൊണ്ടാണ് അവരിവിടെ വരുന്നത്. അന്നേരം അവർക്ക് ആ വേതനം അവിടെ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ഒഴിവാക്കും. ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ അവിടെ വരുന്നതൊക്കെ അത് നമുക്കൊരു ഭീഷണിയാണ്. അപ്പോൾ ഇവിടെ തൊഴിലെടുക്കാൻ ആളില്ലാതാവും. നമ്മളിവിടെ ഇപ്പം അതിന് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ഈ IT ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് തന്നെ കേരളത്തിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരുന്നു, പഠനത്തോടൊപ്പം തൊഴിലെന്നുള്ള രീതിയിൽ ഇവിടെ വരുന്നുണ്ട്. അന്നേരം ആ വരുന്ന സ്ഥിതിക്ക് അത് നമ്മൾ ഇവിടെ പഠിക്കുക, അവർക്ക് തൊഴിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ 4 ലക്ഷത്തോളം കുട്ടികളാണ് വിദേശത്തേക്ക് പോകുന്നത്. അതിവിടെ നമുക്ക് നിർത്തലാക്കാൻ കഴിയും. ഇവിടെ തന്നെ ഒരു ആത്മവിശ്വാസം വരും. നമ്മുടെ ഇവിടെ പഠിക്കുന്ന IT പോളിയിലുള്ളവർക്ക് ആ ക്യാമ്പസ് പാർക്കൂടെ വരുമ്പം അവർക്ക് അവിടെ ജോലി ചെയ്യിപ്പിക്കുക. അതേപോലെ അപ്രന്റീസ്ഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നത് 4500 രൂപ സെൻട്രൽ ഗവൺമെൻറ്റും 1000 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്ഥാപനത്തിൽ അവർക്ക് ഒരു അപ്രന്റീസായിട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന സ്കീമുകൾ വരുന്നുണ്ട്. അതേപോലെ കേരള ഗവൺമെൻറ് നോളജ് എക്കണോമി മിഷൻ്റെ ഭാഗമായിട്ട് 20 ലക്ഷം പേർക്ക് തൊഴിലെടുക്കുന്നൊരു കാര്യങ്ങൾ. ഇന്ന് എന്നെ സെൻട്രൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഒരു പ്രതിനിധി എൻ്റെ അടുത്ത് വന്നിരുന്നെന്ന് ഇന്ന് എൻ്റെ സ്റ്റേറ്റ് ഓഫീസിൽ വന്നിട്ട് അദ്ദേഹം ഈ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിൻ ചെയ്തിട്ട് അവരെ കേരളത്തിൽ KSSA ആയിട്ട് മെർജ് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ അവരുടെ കഴിവനുസരിച്ച് തൊഴിൽ കൊടുക്കണമെന്നുള്ള കാര്യം ഇന്ന് രാവിലെ വന്നിരുന്നു. അന്നേരം 2 ലക്ഷത്തോളം കേരളത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ മനുഷ്യനെ കാട്ടി ഉൽപ്പാദനശേഷി അവർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതാണ് അവർ പറയുന്നത്. പെർമനൻ്റുമായിരിക്കും. അന്നേരം അവരുടെ ക്വാളിഫൈഡ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഉൽപ്പാദന മേഖലയിലും നമ്മുടെ ഫാക്ടറികളിലും അവർക്ക് തൊഴിൽ കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞ് നമുക്ക് ആലോചിക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പം അത് നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വ്യവസായിക ഒരു വിപ്ലവം മുന്നേറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 3 വർഷമായിട്ടൊരു 3.5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് വരുന്നൊരു വിഷയം, പണ്ട് നമുക്ക് മാനുഫാക്ചറിങ് സെക്ടറാണ് ഇതിനകത്ത് മുഖ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ MSMEയുടെ നിർവചനത്തിൽ സർവീസിനെയും ട്രേഡിനെയും കൂടെ MSME നിർവചനത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴ് 500 കോടി വിറ്റുവരെയുള്ള യൂണിറ്റ് പോലും MSME ആയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വരുമ്പം നേരത്തെ സർവീസ് സെക്ടറിലെ ട്രേഡിനോ ബാങ്ക് ലോൺ എടുക്കുമ്പം മാനുഫാക്ചറേക്കായിട്ട് 1.5% കൂടുതൽ പലിശ ഈടാക്കുമായിരുന്നു. ഈ MSMEയുടെ നിർവചനം വന്നപ്പോഴത്തേക്ക് പലിശ നിരക്ക് കുറയും. ഇപ്പോൾ ഒരു 9% താഴെ വരുന്നുള്ളൂ. കഴിഞ്ഞ മെയ് 21 ഞങ്ങളുടെ തിരുവനന്തപുരത്ത് റീജിയണൽ ഓഫീസിൻ്റെ ഇനാഗറേഷനോട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇന്ത്യയിൽ 17 റീജിയണൽ ഓഫീസാണുള്ളത്. 17. അതിൽ കോയമ്പത്തൂർ, എറണാകുളം, ട്രിവാൻഡ്രം റീജിയണിന് 96 ശേഷം ആദ്യമായിട്ടൊരു മലയാളി GM ചാർജ് എടുത്തു. അദ്ദേഹം പറയുന്നത് 5000 കോടി രൂപയാണെങ്കിൽ സിഡ്ബി ഇവിടെ വ്യവസായികൾ ലോൺ കൊടുക്കാനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു 5000 കോടി കൂടെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് കൂടുതൽ വ്യവസായികളെ അത് പരിചയപ്പെടുത്തി തരണമെന്ന് പറയുന്നത്. ലോൺ ആവശ്യമുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായി. കാരണം അദ്ദേഹം ഇവിടെ GM ആയിട്ടിരിക്കുന്ന കോയമ്പത്തൂർ, എറണാകുളം, തിരുവനന്തപുരം റീജിയൻ്റെ കീഴിൽ വരുന്ന GM എന്നുള്ള രീതി, മലയാളി എന്നുള്ള രീതിയിൽ അദ്ദേഹം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അദ്ദേഹത്തിൻ്റെ ബാച്ചുമായിട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീസ് IAS. അന്നേരം അവരൊക്കെ ഒരു മനോഭാവം, കേരളത്തിൽ നമുക്ക് പൈസ കൊടുക്കാം. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബാങ്കുകളായ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, നമ്മുടെ കാത്തലിക് ബാങ്കുകളൊക്കെ തന്നെ NRI നിക്ഷേപങ്ങളിൽ കൂടുതലും ഇവിടെ ലോൺ കൊടുക്കാതെ മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുക്കും. അതെന്തുകൊണ്ട്? അത് നമ്മുടെ കേരളത്തിനോടൊരു കടപ്പാട് അവർ കാണിക്കുന്നില്ല. CD റേഷ്യോ, ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ 40-50 ആണ്. 100 രൂപ ഡിപ്പോസിറ്റ് സ്ഥിരീകരിക്കുമ്പോൾ 50 രൂപയ്ക്ക് ഇവിടെ ലോൺ കൊടുക്കുന്നുള്ളൂ. ഈ പൈസ മറ്റു പോകുന്നത്. പക്ഷേ കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ 100% ലോൺ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പം KFC, KSIDC തന്നെ 5% പലിശയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ വ്യവസായങ്ങൾ വരാൻ ക്ലിയറായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 2% പലിശ സബ്വേഷൻ തന്നെ നൽകുന്നുണ്ട്. അതിനകത്തൊക്കെ കൂടുതൽ പേർക്ക്
വ്യവസായം വരാൻ ഒരു ആകർഷണമാണ്. എന്നാൽ ഇന്ന് സിവിൽ റേറ്റിംഗ് കുഴപ്പമില്ലാത്ത ഏത് സംരംഭകർക്ക് വന്നാലും ബാങ്ക് ലോൺ ഒരു വിഷയമല്ല. പക്ഷെ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാനൊരു 86 ലോൺ എടുക്കാൻ ചെന്നപ്പം അന്നെൻ്റെ ഫർണിച്ചറിനോടൊരു എനിക്കൊരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. ബാങ്കിങ് യൂണിറ്റിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം 25,000 അന്ന് കൊടുക്കുമായിരുന്നു. ഏത് ഇയറില? ഈ 88 കാലഘട്ടം 86-88 കാലം സ്വയം തൊഴിൽ വായ്പ എന്ന് പറഞ്ഞു കൊടുക്കും. ആ 25,000 രൂപയ്ക്ക് DSC മുഖേന ക്ലിയല്ലൂർ SBD ചെന്നപ്പം ഫർണിച്ചർ യൂണിറ്റൊക്കെ ഉണ്ടായിട്ട് ലോൺ കിട്ടാത്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് ഇന്ന് എല്ലാ ബാങ്കിൻ്റെ ജനറൽ മാനേജർമാരും AGMമാരും ആ നല്ല പാർട്ടികളെ കസ്റ്റമറെ തരണം, നിക്ഷേപകരെ തരണം എന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവരെ വ്യവസായരെ അല്ലെങ്കിൽ സംരംഭം ആരംഭിക്കാൻ പോകുന്നവരെ തേടി നടക്കുക. അതായത് നമുക്ക് അന്നത്തെ തലമുറയിൽ ബാങ്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ആട്ടി ഓടിക്കുന്നതിന് പകരം ഇന്ന് നമ്മളെ തേടി അവർ വരിക. അന്നേരം അതിൽ പണ്ടത്തെ എമൗണ്ട് അല്ല, 1 കോടി 20 കോടി വരെ കൊളാട്ടറില്ലാതെ കൊടുക്കുന്ന സ്കീമുകളുണ്ട്. അന്നേരം പിന്നെ CGTMS ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട്സ് ഫോർ MSMEക്ക് തന്നെ കൊളാട്ടറില്ലാതെ ലോൺ കൊടുക്കുന്ന സംവിധാനമുണ്ട്. പിന്നെ മിഷണറി ലോണുകളുണ്ട്. KFC നല്ല സമീപനം വന്നു, KSADC നല്ല സമീപനം വന്നു. അന്നേരം ധനകാര്യ സ്ഥാപനങ്ങളല്ല, ഇവിടെ സാമ്പത്തികത്തിൻ്റെ പേര് വ്യവസായം വരാതിരിക്കാൻ പാടില്ല എന്നുള്ള സമീപനം. അതാണ് കുറച്ചുകൂടെ ലിബറൽ ആയപ്പോഴത്തേക്ക് ആ ഒരു മനോഭാവം. അതേപോലെ നല്ല കസ്റ്റമേഴ്സിന് പലിശ നിരക്ക് കുറച്ച് കൊടുക്കുന്നു. ഇത് ഒരു 8-9 എന്ന് പറയുന്നതിനകത്ത് പോലും കുറച്ച് കൊടുക്കുന്നേരം ഇന്ന് നല്ല ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ലോൺ കിട്ടും. പണ്ട് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അന്വേഷിച്ച് നടക്കണമായിരുന്നു. ഇന്നാകതി ഇല്ല. അന്ന് നമ്മൾ ബാങ്കിങ് പൊതുമേഖലാ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ ബാങ്കിൻ്റെ സമീപനം എന്ന് വെച്ചാൽ കൊടുത്താൽ തിരിച്ചു കൊണ്ടുവന്ന് പേടിച്ച് ലോൺ കൊടുക്കാൻ വലിയ പാടാണ്. ഇന്നത് മാറി. അതല്ല, നമ്മൾ ഡെപ്പോസിറ്റ് മേടിച്ച സ്ഥിതിക്ക് ഇത് ലോൺ കൊടുക്കണം, അവിടെ നിക്ഷേപം വരണം എന്നൊരു മനോഭാവം, മൊത്തത്തിൽ ഒരു മൈൻഡ് സെറ്റ് മാറി. അത് കൂടുതൽ വ്യവസായങ്ങൾ വരാനായിട്ട് ഉതകുന്നുണ്ട്.